നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഇറാനും ഇസ്രായേലും തമ്മിൽ സംഘർഷം രൂക്ഷമായിരിക്കെ ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണത്തിൽ 22 പേർ മരിച്ചതായും നിരവധി ആളുകൾക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. വടക്കൻ ഇസ്രായേലിലെ സൈനിക ആസ്ഥാനത്തിന് നേരെയാണ് ഹിസ്ബുള്ളയുടെ ആക്രമണം നടത്തിയത്. ലെബനനിൽ നിന്ന് 35 റോക്കറ്റുകളുടെ ഒരു ബാരേജാണ് ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടതെന്ന് ഹിസ്ബുള്ള അറിയിച്ചു. ആക്രമണത്തിന് പിന്നാലെ ഹിസ്ബുള്ളയിൽ നിന്ന് റോക്കറ്റ് ആക്രമണം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവന പുറത്തു വന്നിരുന്നു. ഇസ്രായേലിന് നേരെ ഡസൻ കണക്കിന് റോക്കറ്റുകൾ വിക്ഷേപിച്ചതായി അവകാശപ്പെട്ടിട്ടുള്ളതായിരുന്നു പ്രസ്താവന. തെക്കൻ ലെബനനിലെ ഗ്രാമങ്ങളിൽ ഇസ്രായേൽ കടന്നുകയറ്റം നടത്തിയതിന് തിരിച്ചടിയാണ് ഹിസ്ബുള്ളയുടെ ആക്രമണമെന്നാണ് റിപ്പോർട്ട്. സിറിയയിലെ ദമാസ്കസിലുള്ള ഇറാന്റെ എംബസിക്കു നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതോടെയാണ് മേഖലയിൽ സംഘർഷം രൂക്ഷമായത്. ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ വ്യക്തമാക്കുകയും ആക്രമണം നടത്തുകയും ചെയ്തു. ഇതിന്റെ ചുവട് പിടിച്ചാണ് ലെബനനിൽ നിന്ന് ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ നീക്കം നടത്തുന്നത്. ഇസ്ഫഹാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ പറ്റി കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തുവന്നു. റഷ്യൻ നിർമ്മിത S-300 ആന്റി ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനത്തെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണമെന്നായിരുന്നു റിപ്പോർട്ടുകളിൽ. എന്നാൽ ഒന്നും സംഭവിച്ചിട്ടില്ലെന്നായിരുന്നു ഇറാന്റെ പ്രതികരണം. ഇറാനിൽ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഇസ്രായേൽ തകർത്ത പ്രദേശത്തിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ ഏപ്രിൽ 15-ന് ഇറാനിലെ രഹസ്യ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന S-300 കാണാം. ഗൂഗിൾ എർത്തിലെ ഏറ്റവും പുതിയ ചിത്രത്തിലാകട്ടെ S-300 ഇല്ലാത്ത ശൂന്യ സ്ഥലമാണ് കാണുന്നത്. ഡ്രോണുകളും മിസൈലുകളും വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ പതിച്ചെന്നാണ് സൂചന. എന്നാൽ ഇറാന്റെ വ്യോമാതിർത്തിയിൽ സംശയകരമായി ഒന്നും സൈന്യം കണ്ടെത്തിയിട്ടില്ലെന്നാണ് ഇറാൻ വൃത്തങ്ങൾ പറയുന്നത്. ആക്രമണത്തിൽ ഇരുപക്ഷവും അവകാശവാദങ്ങൾ ഉന്നയിക്കാത്തതിനാൽ ഇസ്രായേൽ എന്തുതരം ആയുധങ്ങളാണ് ഉപയോഗിച്ചതെന്നും വ്യക്തമല്ല. ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ ഇസ്രായേലിന് കഴിയുമെന്ന സന്ദേശം നൽകുകയായിരുന്നു ലക്ഷ്യമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.